നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് സെൻറ്ററിങ് ചെയ്ത് ഡിസ്കഷൻ ആരംഭിക്കാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സ് മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ കുറച്ചു നേരം ധ്യാനത്തിലിരിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. ഓക്കെ. ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഛാന്തോക്യ ഉപനിഷത്തിലെ 2ാമത്തെ ചാപ്റ്ററിലെ 8ാമത്തെ ഖണ്ഡമാണ്. 7 വിധത്തിലുള്ള ആലാപനത്തിൻ്റെ ചില ഉപമകൾ അതാണ് ഇവിടെ പരാമർശിക്കുന്നത്. 1ാമത്തെ ശ്ലോകം: അഥ സപ്തവിധസ്യ വാചി സപ്തവിധം സാമോപാസീത യത് കിഞ്ച വാചോ ഹുമിതി സ ഹിങ്കാരോ യത് പ്രേതി സ പ്രസ്താവോ യദേതി സ ആദിഹി. 7 വിധങ്ങളെക്കുറിച്ച് വാക്കിൽ ഒരുവൻ 7 വിധത്തിൽ ഉള്ള സാമനെ ഉപാസിക്കണം. സംഭാഷണത്തിൽ ഹും എന്നത് ഹിങ്കാരമാണ്, തുടക്കത്തിലെ ശബ്ദം. പ്ര എന്നത് പ്രസ്താവമാണ്, ആരംഭിക്കുന്ന പ്രശംസ. ആ എന്നത് ആദിയാണ്, അതായത് വാചകത്തിൻ്റെ തുടക്കം. 2 യദുദിതി സ ഉദ്ഗീതോ യത് പ്രതീതി സ പ്രതിഹാരോ യദുപേതി സ ഉപദ്രവോ യന്നീതി തന്നിധനം. ഉദ് എന്നത് ഉദ്ഗീതമാണ്, ഉറക്കെയുള്ള ആലാപനം. പ്രതി എന്നത് പ്രതിഹാരമാണ്, പ്രതികരണം. ഉപ എന്നത് ഉപദ്രവമാണ്, അന്ത്യത്തിലേക്കുള്ള സമീപനം. നീ എന്നത് നിധനമാണ്, ഉപസംഹാരം. ദുഗ്ധേസ്മൈ വാഗ്ദോഹം യോ വാചോ ദോഹോന്തവാനന്ദ അന്നാദോ ഭവതി യതദേവം വിദ്വാൻ വാചി സപ്തവിധം സാമോപാസ്തേ. വാക്ക് പാല് നൽകുന്നു, അതായത് വാക്കിൻ്റെ പാല്. കാരണം അവൻ ആഹാരത്തിൽ സമ്പന്നമാകുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ ഇതറിഞ്ഞതിനാൽ വാക്കിൽ 7 വിധത്തിലുള്ള സാമനെ ഉപാസിക്കുന്നു. നമ്മളുടെ സംസാരം, നമ്മുടെ കോൺവെർസേഷൻ, അത് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആധ്യാത്മിക കണ്ടീഷനെ റെഗുലേറ്റ് ചെയ്യാൻ വളരെ വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണെന്ന് സഹജമാർഗത്തിൻ്റെ ആദി ഗുരുവായിട്ടുള്ള ലാലാജി മഹാരാജ് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ എന്നുള്ള ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാക്കുകൾ നമ്മൾ യഥാർത്ഥത്തിലുള്ള ആ ഒറിജിനൽ കണ്ടീഷനിലേക്ക്, നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആ സ്നേഹം എന്നുള്ള ആ ഒറിജിനൽ സ്റ്റേറ്റിൽ കണക്റ്റഡ് ആയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് ഹൃദയങ്ങളുടെ മുകളിൽ വിജയം പ്രാപിക്കാം എന്നാണ് ലാലാജി മഹാരാജ് പറഞ്ഞത്. അപ്പോൾ നാവിൻ്റെ മുകളിൽ റെഗുലേഷൻ കൊണ്ടുവരാൻ സാധിച്ചാൽ ആധ്യാത്മിക സാമ്രാജ്യത്തിൽ നമുക്ക് വിജയം പ്രാപിക്കാം എന്നും ലാലാജി മഹാരാജ് പറയുന്നു. ഇപ്പോൾ 2 വിധത്തിലും വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ആന്തരികമായിട്ടുള്ള കണ്ടീഷൻ അത് പ്രകടമാക്കാൻ, നമ്മുടെ ക്യാരക്ടറിലൂടെ പ്രകടമാക്കാൻ നമ്മുടെ വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോകമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലെ ചിന്തകൾ പുറത്തേക്ക് വരുന്നത് വാക്കുകളായിട്ടാണ്. അതിനുശേഷമാണ് പ്രവൃത്തികളായിട്ട് മാറുന്നത്. നമ്മുടെ ഒറിജിനലായിട്ടുള്ള സ്നേഹത്തിൽ നിറഞ്ഞ ചിന്ത, എല്ലാ ചിന്തയുടെ ഉദ്ഭവം സ്നേഹത്തിൽ നിന്നാണ്. സ്നേഹമാണ് നമ്മുടെ സെൻറ്റർ.
അവിടെ നിന്നും പുറത്തേക്ക് പ്രവഹിക്കുമ്പോൾ നമ്മുടെ ഈഗോ അവിടെ കടന്നു വരികയാണ്. അപ്പോൾ നമ്മുടെ പ്യൂരിറ്റി നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. പ്രജുഡീസസ് അവിടെ കടന്നു വരും. മുമ്പിലിരിക്കുന്നത് ആരാണ് എന്നുള്ള ആ ഒരു തോന്നലോടുകൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതപ്പോൾ ഏതൊരു ആളായാലും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംഗീതം ആലപിക്കുമ്പോൾ ഓഡിയൻസിൻ്റെ പ്രതികരണങ്ങൾ അവരുടെ സംഭാഷണത്തിനെ ബാധിക്കുന്നു, അതിൻ്റെ ക്വാളിറ്റീനെ ബാധിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ആരാണ് ഇവിടെ സംസാരിക്കുന്നത് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യം. എൻ്റെ ഈഗോ ആണ് അവിടെ സംസാരിക്കുന്നത് എങ്കിൽ ഞാൻ ആ ലെവൽ ഓഫ് കോൺഷ്യസ്നസ്സിൽ മുന്നോട്ട് പോകാതെ നിൽക്കുന്നു. നേരെ മറിച്ചിട്ട് നമ്മൾ സെൻറ്റേർഡായിട്ട് നമ്മുടെ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ നമ്മൾ നിലനിന്നുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മളവിടെ നമ്മുടെ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് അത് സ്റ്റെബിലൈസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ഒരുപാട് വർഷങ്ങൾ തപസ് ചെയ്തതിന് ശേഷം ഋഷിമാർ പുറത്തേക്ക് വന്നിട്ട് ദേഷ്യം പ്രകടമാക്കും, അല്ലെങ്കിൽ ദേഷ്യത്തോടെ ശപിക്കുമ്പോൾ അവരുടെ സ്പിരിച്വൽ കണ്ടീഷൻ നഷ്ടപ്പെട്ടതായിട്ട് പുരാണങ്ങൾ പറയുന്നുണ്ട്. തിരിച്ചവർ പോകേണ്ടി വരികയാണ്. അപ്പോൾ ആനന്ദം ഉള്ളിൽ അനുഭവിക്കുന്നു, സർവ്വചരാചരങ്ങളോടുള്ള ആ ഒരു സഹിഷ്ണുത സ്നേഹമൊക്കെ ഉള്ളിൽ അനുഭവിക്കുന്നു. പക്ഷേ നമ്മൾ ശരിക്കുള്ള ആ ഫീൽഡിലേക്ക് എത്തുമ്പോൾ അത് മാനിഫെസ്റ്റ് ആവുന്നില്ല. അപ്പോൾ ലാബറട്ടറിയിൽ ഇൻവിട്രോ ടെസ്റ്റും ഇൻവൈവോ ടെസ്റ്റും ഉണ്ട്. ഇപ്പോൾ ലാബിൽ ഒരു മരുന്ന് പരീക്ഷിക്കുകയാണ്, അത് ഗുണപ്രദമാണെന്ന് മനസ്സിലാവുകയാണ്. പക്ഷേ പബ്ലിക്കിലേക്ക് അത് ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗം ഇല്ലെങ്കിൽ അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ ആ മരുന്ന് ഡിസ്കാർഡ് ചെയ്യേണ്ടി വരും. ഇതുപോലെയാണ് നമ്മൾ ലാബറട്ടറി, നമ്മുടെ മെഡിറ്റേഷൻ റൂം, നമ്മുടെ സാധന ചെയ്യുന്ന സ്ഥലം, അത് നമ്മുടെ ലാബറട്ടറിയാണ്. അവിടെയാണ് നമ്മൾ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് ഉണ്ടാക്കുന്നത്. റെഗുലറായിട്ട് മെഡിറ്റേഷൻ, റെഗുലറായിട്ട് ശുദ്ധീകരണം, സത്സംഗങ്ങൾ അറ്റൻഡ് ചെയ്യുക, ഇതൊക്കെ നമ്മുടെ ലാബറട്ടറിയാണ്. നമ്മുടെ ആന്തരികമായിട്ടുള്ള കണ്ടീഷൻ മാസ്റ്ററുടെ ഗ്രേസ് കൊണ്ട് സൃഷ്ടിക്കപ്പെടുകയാണ്. ആ സൃഷ്ടിക്കപ്പെടുന്ന ആ ഒരു സ്റ്റേറ്റ് അത് നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ കാര്യമാണ്, അത് നമ്മുടെ കഴിവാണ്. നമ്മൾ അവിടെയാണ് കോപ്പറേറ്റ് ചെയ്യേണ്ടത്. നമ്മളെ ആ ഗ്രേസിന് എവിടെ വേണമെങ്കിൽ ഉയർത്താൻ സാധിക്കും. ഒരുപാട് ഋഷിമാരുണ്ട്, റെവലേഷൻസ് ഉണ്ടായവർ, അതുമാതിരി ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചു എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അവർക്കത് ജീവിതത്തിൽ നിലനിർത്താൻ പലപ്പോഴും സാധിച്ചില്ല. അവിടെ ഈഗോ കടന്നു വരുന്നു, സ്ഥാനമോഹം കടന്നു വരുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ് സംഭാഷണം എന്ന് പറയുന്നത്. അപ്പോൾ സംഭാഷണത്തിലുള്ള ഋതം, സംഭാഷണത്തിലുള്ള ടോൺ, സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ, സംഭാഷണത്തിൻ്റെ തുടക്കം, സംഭാഷണത്തിൻ്റെ കണ്ടൻറ്റ്, സംഭാഷണത്തിൻ്റെ ഉപസംഹാരം, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചാന്തോക്യ ഉപനിഷത്തോട് പറയണം. നമ്മളൊരു സംഭാഷണം തുടങ്ങുമ്പോൾ പോസിറ്റീവായിട്ടുള്ള നോട്ടിൽ തുടങ്ങണം. നമ്മൾ സംഭാഷണം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മളുടെ യഥാർത്ഥത്തിലുള്ള സ്നേഹമാണ് അവിടെ പ്രകടമാകുന്നത്. അവിടെ ഒരിക്കലും ഈഗോ ഇടപെടരുത്. അതേസമയം തന്നെ മുന്നിലിരിക്കുന്ന ആളെ ഹേർട്ട് ചെയ്യാനും പാടില്ല. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം എന്നുള്ള ഒരു സംസ്കൃത ശ്ലോകമുണ്ട്. സത്യം പറയണം, പക്ഷേ അപ്രിയമായിട്ട് സത്യം പറയരുത്. നമുക്കൊരു ചാലഞ്ചാണ് ശരിക്കും. എങ്ങനെയാണ് നമ്മൾ ട്രൂത്ത്ഫുള്ളായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആന്തരികമായിട്ടുള്ള ആ കണ്ടീഷൻ, ഈശ്വരൻ്റെ ആ കണ്ടീഷൻ നമ്മൾ വാക്കിലൂടെ പ്രകടമാക്കുക. ഈശ്വരൻ മനുഷ്യൻ്റെ കൂടെയാണ് സംസാരിക്കുന്നത്, ഈശ്വരന് വേറെ മാധ്യമമില്ല. അപ്പോൾ നമ്മൾ എത്രത്തോളം നല്ല മാധ്യമമാണോ ഈശ്വരൻ്റെ ഏറ്റവും വലിയ സേവനമാണ് നമ്മളിവിടെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണത് സാധിക്കുന്നത്? സംസ്കൃതത്തിൽ വേറൊരു ശ്ലോകമുണ്ട്, പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം വർജേ താദൃശം മിത്രം വിഷകുംഭം പയോമുഖം. പരോക്ഷത്തിൽ നമ്മൾ പ്രസൻസ് ഇല്ലാത്ത സമയത്ത് നമ്മളെപ്പറ്റി മോശം പറയുക, ഗോസിപ്പ് ചെയ്യുക. അതേസമയം നമ്മളുടെ പ്രസൻസിൽ വളരെ സ്നേഹത്തോടു കൂടി മിത്രത്തിനെ പോലെ ചിരിച്ചുകൊണ്ട് സംഭാഷണം ചെയ്യുക. അങ്ങനെ മിത്രം എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയുള്ള മിത്രങ്ങളെ ത്യജിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലുള്ള സത്യത്തെ മറച്ചു വെച്ചിട്ട്, നമ്മൾ ഉള്ളിലുള്ള കണ്ടീഷനെ മറച്ചു വെച്ചിട്ട്, ഉള്ളിൽ നമുക്ക് വെറുപ്പും ചിലപ്പോൾ നെഗറ്റിവിറ്റി ആയിരിക്കും, പക്ഷേ പുറത്ത് ചിരിച്ചുകൊണ്ട് കാണിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ കണ്ടീഷനെ ഉയർത്തുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ആന്തരികമായിട്ടുള്ള കണ്ടീഷനെ നമുക്ക് സത്യസന്ധമായിട്ട് പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുക? ബാബുജി മഹാരാജ് പറഞ്ഞു, മീൻ വാട്ട് യു സേ ആൻഡ് സേ വാട്ട് യു മീൻ. നിങ്ങൾ എന്താണോ പറയുന്നത് അതായിരിക്കണം നിങ്ങളുടെ ഉദ്ദേശം. നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് വലിയൊരു ചാലഞ്ച്, പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻസ്. എങ്ങനെയാണ് നമ്മൾ ഈ ദ്വയാർത്ഥമില്ലാതെ സംസാരിക്കുക, എങ്ങനെയാണ് ദേഷ്യം പ്രകടമാക്കാതെ സംസാരിക്കുക,
എങ്ങനെയാണ് എപ്പോഴും ദിവ്യത, ആ സ്നേഹം മാത്രം നമ്മളിലൂടെ പ്രവഹിക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുക. ഇത് നമുക്കൊരു ചാലഞ്ചാണ്. അപ്പോൾ അതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തെ നമ്മൾ മോഡൽ ചെയ്യണം. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ പറയുന്നത്, അത് തന്നെയായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മൾ ആ മെസ്സേജായിട്ട് മാറണം. മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്നാണ്. നമ്മളുടെ ജീവിതം തന്നെയായിരിക്കണം നമ്മൾ സംസാരിക്കുന്ന സന്ദേശം. നമ്മൾ എന്താണോ പറയുന്നത് നമ്മൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കണം. നമ്മളെ ഏറ്റവും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അവസരത്തിൽ ആരെങ്കിലും വന്ന് കാണുകയാണെങ്കിൽ നമ്മളെ പറ്റിയിട്ട് ഒന്നും പറയാൻ പറ്റില്ല. ഈ പറയുന്നത് അയാൾ ചെയ്യുന്ന കാര്യം തന്നെയാണ്, അപ്പോൾ എതിർക്കാൻ പറ്റില്ല. അത് പറയുമ്പോഴും നമ്മൾ നോൺ വയലൻറ്റ് കമ്മ്യൂണിക്കേഷൻ, ഹൃദയപൂർവ്വമായി സംസാരിക്കുക, വേദനിപ്പിക്കാതെ എങ്ങനെയാണ് ഒരു കാര്യത്തെ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുക. ഇപ്പോൾ അമ്മ കുട്ടിയെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, നമ്മൾ സ്നേഹത്തോടു കൂടിയിട്ട് കുട്ടിയെ പഠിപ്പിക്കുകയും വേണം, അതേസമയം ഡിസിപ്ലിനും കൊണ്ടുവരാം. എങ്ങനെയാണ് ഇത് രണ്ടും കൂടിയും ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ആ സ്റ്റേജിലേക്ക് ഡിസെൻഡ് ചെയ്യാൻ തയ്യാറാവേണ്ടിയിരിക്കുന്നു. എന്താണ് ആ ലെവൽ ഓഫ് കോൺഷ്യസ്നസ്, എന്താണ് അവർ മനസ്സിലാക്കുന്ന തലം, ആ തലത്തിലേക്ക് ഇറങ്ങി വരാനുള്ള ഒരു കഴിവ് അത് സാധകർ, അഭ്യാസികൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അതേസമയം നമ്മൾ ഒറിജിനൽ കോൺടാക്റ്റിൽ നിൽക്കുകയും വേണം, നമ്മൾ ഡിവിനിറ്റിയിൽ കണക്റ്റഡായി ഇരിക്കുകയും വേണം. നമുക്ക് ഏത് ലെവൽ ഓഫ് കോൺഷ്യസ്നസ്സിൽ ഡിസെൻഡ് ചെയ്തിട്ടും അവിടെ നിന്നുകൊണ്ടും ആ തലത്തിൽ നിന്ന് സംസാരിക്കാനും പറ്റണം. നമ്മൾ കണ്ടീഷൻ നഷ്ടപ്പെടാനും പറ്റില്ല. ഈശ്വരൻ അങ്ങനെയാണ്. ഈശ്വരൻ സർവ്വചരാചരങ്ങളിലും വസിക്കുന്നു. ഈശ്വരന് ഒരു കളങ്കവും വരുന്നില്ല. എല്ലാ ചരാചരങ്ങളിലും ഈശ്വരൻ തന്നെയാണ് നിലകൊള്ളുന്നത്. നമ്മളും ആ കണ്ടീഷൻ വേണം. എല്ലാ ലെവൽ ഓഫ് കോൺഷ്യസിലും ഡിവിനിറ്റി നമ്മളിലൂടെ പ്രവഹിക്കണം. നമ്മൾ ഡിവിനിറ്റിയുടെ ഇൻസ്ട്രുമെൻ്റായിട്ട് മാറണം. അങ്ങനെ സംഭവിക്കണം എന്നുള്ള ഒരു വഴി മാത്രമേ ഉള്ളൂ, നമ്മുടെ റെഗുലറായിട്ടുള്ള സാധനയിലൂടെ. നമ്മുടെ ഉള്ളിൽ നമ്മളുടെ മുൻവിധികൾ സൃഷ്ടിക്കുന്ന സംസ്കാരങ്ങളെ പ്യൂരിഫൈ ചെയ്യുക, ശുദ്ധീകരിക്കുക. അങ്ങനെ നമ്മൾ യഥാർത്ഥത്തിലുള്ള ലാളിത്യത്തിലേക്ക്, സിംപ്ലിസിറ്റിയിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ ഉള്ളിൽ ഈ ലാളിത്യവും പ്യൂരിറ്റിയും സംഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരിക്കലും ഒരാളോടൊരു വെറുപ്പോ അല്ലെങ്കിൽ വേദനിപ്പിക്കണമെന്നോ ഒരു ചിന്ത ഉണ്ടാവില്ല. ചാരിജി മഹാരാജ് പറയുന്നുണ്ട്, അദ്ദേഹം സ്നേഹിക്കുന്ന പോലെ എല്ലാവരെയും സ്നേഹിക്കുക, ലവ് ഓൾ ഹും ഹി ലവ്സ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ സ്നേഹമായിരിക്കണം നമ്മുടെ ഫൗണ്ടേഷൻ. ദാജി ഈ അടുത്തൊരു ടോക്കിൽ പറയുന്നുണ്ട്, രാധയുടെ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷനായിരുന്നു സ്നേഹം എന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ യഥാർത്ഥത്തിൽ പ്യൂറായിട്ടുള്ള സ്നേഹമാണെങ്കിൽ നമ്മൾ ബ്രഹ്മഗതിയിലെത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളെ ഈ ലോവറായിട്ടുള്ള സെൽഫിഷായിട്ടുള്ള ലസ്റ്റ്ഫുള്ളായിട്ടുള്ള നേച്ചർ നമ്മളെ ഒരിക്കലും ബാധിക്കില്ല. അതിപ്പോൾ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള റിലേഷനായാലും, മകളും അച്ഛനും തമ്മിലുള്ള റിലേഷനായാലും, മകനും അച്ഛനും തമ്മിലുള്ള റിലേഷനായാലും, അമ്മയും മകനും തമ്മിലുള്ള റിലേഷനായാലും, ഫ്രണ്ട്സായിട്ടുള്ള റിലേഷനായാലും, ഏത് തരത്തിൽ ഈ ശത്രുക്കളെന്ന് അവർ ചിന്തിക്കുന്നു, നമുക്ക് ശത്രുത്വം ഇല്ല. അങ്ങനെ ഉള്ള റിലേഷൻസിലൊന്നും നമ്മളുടെ ബേസിക് ഫൗണ്ടേഷനായിട്ട് സ്നേഹത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. നമ്മുടെ ഫൗണ്ടേഷൻ അവിടെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ സംശയങ്ങൾ ഉണ്ടാവില്ല. ഈ സംശയങ്ങൾ ഉണ്ടാകുന്നത് ഈഗോ ഇടപെടുമ്പോഴാണ്. നമ്മൾ പറഞ്ഞാൽ കുഴപ്പമാവുമോ, ഈ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമോ, ഈ സംശയം എന്തുകൊണ്ടാണ് വരുന്നത്? കാരണം നമ്മുടെ ഈഗോ ഇടപെടുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്നെപ്പറ്റി എന്താ തോന്നുക, അപ്പോൾ എൻ്റെ പൊസിഷൻ താഴേക്ക് വരുന്നുണ്ടോ, ഈ ഒരു ചിന്തയൊക്കെ വരുന്നത് നമ്മൾ ആ ഒറിജിനൽ കണ്ടീഷനിൽ സ്റ്റെബിലൈസ്ഡ് ആവാത്തതുകൊണ്ടാണ്. നമ്മുടെ സാധനയിലൂടെ മെഡിറ്റേറ്റ് നിലനിർത്തിക്കൊണ്ട് നിരന്തര സ്മരണയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ സംശയങ്ങളില്ല. നമ്മൾ പറയേണ്ട സമയത്തെ പറയേണ്ട വാക്കുകൾ വരുള്ളൂ, ചിന്തിക്കേണ്ട സമയത്തെ ചിന്തകൾ പുറത്തേക്ക് വരുള്ളൂ, അറിയാത്തൊരു വാക്ക് പുറത്തേക്ക് വരില്ല, അറിയാത്തൊരു പ്രവൃത്തി സംഭവിക്കില്ല. ആ രീതിയിലേക്ക് നമ്മളുടെ മാറ്റം വരണം. ഇൻ്റലക്റ്റും ഹാർട്ടും അത്രയും റിതമിലായിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഉള്ളൊരു സെപ്പറേഷൻ ഉണ്ട്, ഇൻ്റലക്റ്റും ഹാർട്ടും തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ട്. ഹൃദയത്തിൽ വരുന്ന അതേ ഇമ്പൾസ് അല്ല ഇൻ്റലക്റ്റിലൂടെ വരുന്നത്, അതല്ല വാക്കിലൂടെ വരുന്നത്. ഒരു ഋതം വരുമ്പോൾ എന്താണോ നമ്മുടെ ഉള്ളിൽ ആ ശരിയായിട്ടുള്ള ഹൃദയ കേന്ദ്രത്തിലുണ്ടാവുന്ന ആ ചലനം, അത് തന്നെ നമ്മുടെ വൈബ്രേഷൻസ് ആയിട്ട് വാക്കുകളായിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ ഇവിടെ ഒരു തരത്തിലുള്ള ഡിഫറൻസസും ഉണ്ടാവില്ല, പറയുന്നതൊക്കെ സത്യമായിട്ട് മാറുന്നു. അപ്പം അങ്ങനെ ഒരു ചേഞ്ചാണ് ഛാന്തോക്യ ഉപനിഷത്ത് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. സാമനിൽ കണക്റ്റഡായിട്ട്, സാമൻ എന്ന് പറയുമ്പോൾ ഒറിജിനൽ സ്നേഹത്തിൻ്റെ ആ ഫ്ലോ, ബീം ഓഫ് ലവ്, അത് ഏതെല്ലാം ഡയമെൻഷനിലുണ്ടോ ആ ഡയമെൻഷനിലൊക്കെ ആ ഫ്ലോ അവിടെ ഉണ്ട്, നമ്മുടെ ഉള്ളിലൊക്കെ അതുണ്ട്. അതിലേക്ക് കണക്റ്റഡായിട്ട് നമുക്ക് സംഭാഷണം പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ സമ്പന്നമാകുകയാണ്. നമുക്ക് ദാരിദ്ര്യം എന്നുള്ളൊരു സാധനം ഉണ്ടാവും. ദാരിദ്ര്യം എപ്പോഴാണ് വരുന്നത്? ഫലം ആഗ്രഹിക്കുമ്പോഴാണ്. മിസറി എപ്പോഴാണ് വരുന്നത്? ഫലം ആഗ്രഹിക്കുമ്പോഴാണ്.
ഇല്ലെങ്കിൽ നമുക്ക് മിസറി ഇല്ല, നമുക്ക് ദാരിദ്ര്യമില്ല. കാരണം നമ്മൾ ശരിയായിട്ടുള്ള ആ സമ്പന്നതയിൽ തന്നെ നിലകൊള്ളും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവരും വീണ്ടും ഹാർട്ട്ഫുൾനെസ് മൂവ്മെൻറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഗീതോപദേശ് പ്രോഗ്രാം വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഈ ഗീതോപദേശ് പ്രോഗ്രാമിലേക്കും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അടുത്ത സെഷൻ വരേക്കും വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.